അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോ ഇട്ട് വന്ന് കാണാം. അപ്പം നമ്മളെന്ന് പറയാൻ പോകുന്നത് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമകളും പിന്നെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ കളക്ഷൻ കിട്ടിയ സിനിമകളും, ഇന്ത്യയിൽ 1000 കോടി ക്രോസ് ചെയ്ത സിനിമയും ഈ ലോകത്ത് കംപ്ലീറ്റ് ആയിട്ട് എത്ര സിനിമകൾ, ഏതൊക്കെ സിനിമയാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയതെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ആ വീഡിയോയിൽ കിടക്കാം. അയ്യോ സോറി. 5-ാമതായിട്ട് വന്നത് സ്റ്റാർ വാർസ് ദ ഫോഴ്സ് അവേക്കൻസ് എന്ന് പറഞ്ഞ സിനിമയാണ്. ഈ സിനിമേൻ്റെ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ 17,000 കോടികൾക്ക് മേലെയാണ്. ഇതെങ്ങനെയാണ് ഇത്രയൊക്കെ അടിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ചുരുങ്ങിയ ദിവസം ആവേണ്ടതാണ് സിനിമ. പിന്നെ എന്നത് ടൈറ്റാനിക്. ഈ സിനിമേൻ്റെ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ 18,000 കോടികൾക്ക് മേലെയാണ്. ഈ സിനിമ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഞാൻ കണ്ടല്ല ഈ സിനിമ. എനിക്ക് കാണാൻ താല്പര്യമില്ല, കാരണം ഞാൻ നിങ്ങളുടെ ഇംഗ്ലീഷ് പടങ്ങളിരുന്ന് കുത്തിയിരുന്ന് കാണുന്ന പരിപാടി എനിക്ക്. പിന്നെ നിങ്ങളെല്ലാവരും കണ്ട പടമായിരിക്കും അവതാർ ദ വേ ഓഫ് വാട്ടർ എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ 3-ാമതായിട്ടാണ് തന്നെ. ഈ സിനിമേൻ്റെ കളക്ഷൻ 19,000 കോടികൾക്ക് മേലെയാണ് ഗൈസ്. പിന്നെ വന്നത് എല്ലാവർക്കും സൂപ്പർ ഹീറോ പടമായ അവഞ്ചേഴ്സ് എൻഡ് ഗെയിം 2-ാം സ്ഥാനത്തായിട്ട് തന്നെ. ഈ സിനിമ 20,000 കോടികൾക്ക് മേലെ കളക്ഷൻ നേടി. അതായത് 23,000 കോടികൾക്ക് മേലെയാണ് ഈ സിനിമേൻ്റെ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ. ഇയാളുടെ ഈ മാർവൽ സ്റ്റുഡിയോസിന് നല്ല ഭാഗ്യം ഉണ്ടാവും, കാരണം കാശിങ്ങനെ വാരിക്കോരി കൂട്ടിയുണ്ടാവും. പിന്നെ എന്നത് അവസാനത്തെ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമ അവതാർ ജെയിംസ് ക്യാമറോൻ്റെ സംവിധാനത്തിൽ. മറ്റേത് തന്നെ ഇറങ്ങേണ്ടത് ഇതിൻ്റെ ഒന്നും ഡയറക്ടറിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഇതിൻ്റെ ഇവിടെ എഴുതി വെച്ചേക്കണ കണ്ടിട്ടാണ് ഞാനിങ്ങനെ പറയണത്. കളക്ഷൻ 24,000 കോടികൾക്ക് മേലെ ഈ സിനിമ വാരിക്കോരി കൂട്ടി. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ ഇട്ട് തന്നെ കാണാം. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് ഈ സിനിമാ ചരിത്രങ്ങളിൽ, ഇന്ത്യ സിനിമാ ചരിത്രങ്ങളിൽ തന്നെ ഏതൊക്കെ സിനിമ 1000 കോടി ക്രോസ് ചെയ്തു എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രസംഗിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരു വീഡിയോയിൽ കിടക്കാം. ഗുഡ് ബൈ. വേഗം വീഡിയോയിൽ കിടക്കാം. വേഗം പോകാം. ബൈ ബൈ. 8-ാമതായിട്ട് വന്നത് ഷാറൂഖ് ഖാൻ നായകനെ തൊട്ടുള്ള പത്താൻ. സിനിമേൻ്റെ കളക്ഷൻ 1055 കോടി. ഞാനിത് പ്രഭാസ് നായകനെ എത്തിയിട്ടുള്ള ബാഹുബലി 2. ഇതിപ്പോൾ ആരും കാണാത്ത പടമൊന്നുമല്ല, എല്ലാവരും കണ്ട പടം തന്നെയാണ്. എല്ലാവർക്കും ഈ പടത്തിനെ പറ്റി അറിയാം. സിനിമേൻ്റെ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ 1888 കോടി. പിന്നെ വന്നത് രൺവീർ സിംഗ് നായകനെ എത്തിയിട്ടുള്ള ദുരന്തറിൻ്റെ 2-ാം ഭാഗമായിട്ടുള്ള ദുരന്തറിൻ്റെ പ്രതികാരം, അതായത് ദുരന്തറിൻ്റെ റിവെഞ്ച്. ദുരന്തർ 2ൻ്റെ കളക്ഷൻ 1843 കോടിയാണ് ഈ സിനിമേൻ്റെ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ. ഇതിൽ പിന്നെ ഉള്ളത് പ്രഭാസ് നായകനെ എത്തിയിട്ടുള്ള കൽക്കി 2898 AD എന്ന് പറഞ്ഞ സിനിമയാണ്. ഈ സിനിമേൻ്റെ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ 1242 കോടികളാണ്. ഈ സിനിമ കംപ്ലീറ്റ് ആയി ദിയാമാല യൂസ് ചെയ്താണ് ഉണ്ടാക്കിയത്, അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കിട്ടിയത്. പിന്നെ വന്നിട്ടുള്ളത് ജവാൻ, അതായത് ഷാറൂഖ് ഖാൻ നായകനെത്തിയിട്ടുള്ള ജവാൻ എന്ന സിനിമ, അതായത് കള്ള്. ജവാൻ്റെ അർത്ഥം കള്ള്. അപ്പോൾ ഷാറൂഖ് ഖാൻ നായകനെത്തിയിട്ടുള്ള ജവാൻ്റെ കളക്ഷൻ 1150 കോടി. അത് എല്ലാവരും കാണാത്ത പടമൊന്നുമില്ല, എല്ലാവരും കണ്ട പടം തന്നെ. KGF ചാപ്റ്റർ 2. പ്രഭാസ് നായകനെത്തിയിട്ടുള്ള KGF ചാപ്റ്റർ 2 1215 കോടിയാണ് ഈ സിനിമേൻ്റെ അവസാന ബോക്സ് ഓഫീസ് കളക്ഷൻ. ഞാനത് രാംചരനും NTRും കട്ടയ്ക്ക് നിന്നിട്ടുള്ള RRR എന്ന് പറഞ്ഞ സിനിമയാണ്. ഈ സിനിമേൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ 1253 കോടി. പിന്നെ അമീർ ഖാൻ നായകനെ എത്തിയിട്ടുള്ള ഡങ്കാൽ എന്ന് പറഞ്ഞ സിനിമയാണ്. ഈ സിനിമേൻ്റെ കളക്ഷൻ 2024 കോടിയാണ്. അതായത് ഇപ്പം നേടിയതിൽ വെച്ച് ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയത് ഈ സിനിമയാണ്. പിന്നെ എന്നതാണ് ദ വൺ ആൻഡ് ഓൺലി ലെജൻഡറി ദുരന്തറിൻ്റെ 1-ാം ഭാഗമായ രൺവീർ സിംഗ് നായകനായി എത്തിയ ദുരന്തർ ദ റിവെഞ്ച്. ദുരന്തറിൻ്റെ റിവെഞ്ച് അല്ല, ദുരന്തറിൻ്റെ 1-ാം ഭാഗം. കളക്ഷൻ 3100 കോടികൾക്ക് മേലെയാണ് സിനിമേൻ്റെ കളക്ഷൻ.